എങ്ങോട്ടാ എങ്ങോട്ടാ? ഇങ്ങോട്ടാ എനിക്കറിയാം. അപ്പോൾ നമ്മളിതേ തേനി എത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു സ്റ്റോപ്പ് എടുത്തത് കേട്ടോ. ഭസ്മൊക്കെ പൂശി ഒരു ഫാമിലിയാണ് പോകുന്നത്. എന്താണോ എന്തോ എല്ലാവരും ഇവിടെ ഉണ്ട്. ഓയിലേ നമ്മളിപ്പോൾ തേനി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വന്നാണ്, പക്ഷേ ഹോട്ടൽ അടച്ചിട്ടേക്കുമല്ല, ഓപ്പൺ ആണ്. പക്ഷേ ആ സമയം 6:30 ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും ആയിട്ടില്ല. ഇനിയും കുറച്ചുകൂടെ കഴിയുമെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഇനി പോവാം. അതെ, രാവിലത്തെ ഈ ഒരു വ്യൂ ഒക്കെ നോക്കി, പിന്നെ ഒരു രക്ഷയില്ല. പൊളിക്കാച്ചി ഓരോരുത്തരെ വിളിച്ചിരിക്കുന്നു. ഇന്നലെ ഇവൻ പറഞ്ഞതാ വീഡിയോ എടുക്കും മാസ്ക് വെക്കണമെന്ന്. പക്ഷേ ആരും മാസ്ക് വെക്കാത്തതുകൊണ്ട്, തമിഴ്നാട്ടിൽ മാസ്ക് വെച്ചാൽ പോലീസ് പിടിക്കുന്നതുകൊണ്ടും നീ വെച്ചില്ല. നമ്മൾ വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് നിർത്തി. അവരവിടെ ഭയങ്കര ഫോട്ടോഷൂട്ട്. ഇത് ഗോയില് ഒന്നോടെ ആ ബോഡി കണ്ടില്ല മാൻ, ആ ബോഡി കണ്ടില്ല. കുറച്ച് ഫുള്ളോവറൊക്കെ കയറിയിട്ട് ടീം വരുമായിരുന്നു കേട്ടോ. നിങ്ങൾ ഇതിൻ്റെ അകത്ത് കണ്ടു കാണും അവന്റെ ബോഡി ഷോ വിത്ത് മസിൽസ്. എടാ ഒന്നോടെ കാണിക്കോ? നമ്മൾ വരുന്ന വഴിക്ക് വണ്ടി ഇവിടെ ഒന്ന് ഒതുക്കിയേക്ക് കാണിച്ചു തരാം കേട്ടോ. ആ സൈഡിൽ ഒരു കുഴി ഉണ്ടായിരുന്നു. ഇത് ഇവിടെ കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് കിടപ്പുണ്ട്, പച്ചപ്പൊക്കെ ആയിട്ട്. ഇത് നോക്കി, ഈ ഒരു പാടം നോക്കി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നു പോവാണ്. ഇവിടെ ഭയങ്കര ഫോട്ടോഷൂട്ടാണ്. അവിടെ എല്ലാവരും നിൽപ്പുണ്ട്. നമ്മുടെ വണ്ടിയും കിടക്കുന്നു. നമുക്ക് പതുക്കെ അങ്ങോട്ട് പോയി അതിൻ്റെ അടുത്ത് വരെ പോയിട്ട് വരാം. അത് താറാവ് കേട്ടോ, കൊക്കല്ല, താറാവാണ് ഗിഫ്. അവിടെ അതിൻ്റെ ഉടമസ്ഥനായിട്ടൊരു ചേച്ചി നിൽപ്പുണ്ട്. ചേച്ചി ചെറിയ പറഞ്ഞ് ഓടിക്കാതിരുന്നാൽ മതി. നോക്കി, ഇത് മൊത്തം കാണുന്ന താറാവ് കേട്ടോ. എന്നാ രസമാണെന്ന് നോക്കി. ഇതിൻ്റെ വലിയ ഈ ഒരു ഭാഗമൊക്കെ നോക്കി നല്ല രസമില്ല. രാവിലെ ആയതുകൊണ്ട് വലിയ ചൂടും ഇല്ല, ഒരു സീനും ഇല്ല കേട്ടോ. ആ ഒരു പോസ്റ്റേ നോക്കിയേ, പ്രാവുകളൊക്കെ ഇരിപ്പുണ്ട്. താറാവിന് കാവലാന്ന് തോന്നുന്നു. ആ ഒരു സൈഡിലെല്ലാം ഉണ്ട്, മൊത്തം താറാവിൻ്റെ ആ ഒരു കൂടാന്ന് തോന്നുന്നു. കുറേ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഫുള്ള് അതിൻ്റെ അകത്ത് കയറും. അതുകൊണ്ട് ആ ചേച്ചിയുടെ പുറകിന് പോകുന്നു എല്ലാം എണ്ണം കൂടെ. എൻ്റെ മോനെ എൻ്റെ രസമാന്ന് നോക്കിയേ. നമ്മുടെ കോകിൽ ഓടി വരുന്നു. എടാ ഡാൻസ് നോക്കി, ഇതുണ്ടോ 500? ഇവിടെ എന്തോടാ ആക്രമിക്കാൻ പോവാണോ? വിഷയം പട അപ്പോൾ നമ്മളിത് കൊടൈക്കനാൽ കയറാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് വണ്ടി ഒന്ന് നിർത്തിയതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നൈസല്ലേ, വണ്ടിയൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം ഫുള്ള് കയറ്റവും വളവും തിരിവും ഫുൾ ഗാർഡ് സെക്ഷനാണ് ഇനി കൊടൈക്കനാലിന്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് പതുക്കെ അങ്ങോട്ട് നീങ്ങാം.
അപ്പോൾ കാറിലായതുകൊണ്ടാണ് ഒത്തിരി വ്ളോഗ് എടുക്കാത്തത്. ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ട് ഞാൻ ആഡ് ചെയ്യാം. നമ്മളിതുപോലെ എവിടെയെങ്കിലുമൊക്കെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങളും ഒക്കെ പറയാം കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് നിർത്തി. അപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, ഒരു ഡാമിൻ്റെ താമര കൊടൈ. ഇതേ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. മോനെ ശരി എന്നടാ 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 ബ്ലോക്കാണ് ഇടിഞ്ഞു പോടാ. ഡാം കാണത്തില്ലല്ലോ. അവിടെ ഒരു ഡാമുണ്ട്. എനിക്ക് അപ്പുറത്തൂടെ വല്ലതും പോയി നോക്കട്ടെ. ഇത് നോക്കിയേ, ആണ് നമ്മുടെ ഡാം. മാഞ്ചനാർ ഡാമോ അങ്ങനെ കണ്ടാണ് ഈ ഒരു ഡാമിൻ്റെ പേര്. കറക്റ്റ് അറിയാൻ പാടില്ല. പക്ഷെ ആ ഒരു ഭാഗമെല്ലാം ഫുള്ള് വറ്റിപ്പോയി കേട്ടോ. ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ മൊത്തം വറ്റി ഒരു ഗതിയാവുമായിരിക്കും. അവരവിടെ എടാ അടിയുണ്ടാക്കടാ, കമോൺ. അടുത്തൊരു വ്യൂ ഒക്കെ നോക്കി അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഒരു ബോർഡ് കണ്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പം നിങ്ങൾ ഇത് കാണാനായിട്ട് മാത്രം ഇങ്ങോട്ട് വരണ്ട എന്ന് എനിക്ക് പറയാനുള്ളൂ. പ്രത്യേകിച്ചൊന്നുമില്ല. ആകെ ഇതുപോലെ 2-3 പാറ വെച്ചിട്ട് കേവാന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഡോൾഫൈൻസ് കേവ് കേട്ടോ. നമുക്ക് കൊടൈക്കനാൽ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ. വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡോൾഫൈൻസ് കേവ്. ഇവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, സിൽവർ കാസ്കേഡ്. അപ്പോൾ നമ്മളിത് ഇവിടെ ഈ ഒരു ഹോട്ടലിൽ കയറി കഴിച്ചു കേട്ടോ. വലിയ മെച്ചമൊന്നുമില്ല, ഭയങ്കര റേറ്റുമാണ്. മസാല ദോശയാണ് കഴിച്ചത്. മസാല ദോശ കഴിച്ചപ്പോഴേക്കും ഒരെണ്ണത്തിന് 80 രൂപ വെച്ച് റേറ്റ് വന്നു. ഫുഡ് കുഴപ്പമില്ല, പക്ഷേ ആ ഒരു റേറ്റിനുള്ളതൊന്നും ഇല്ല കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ നമുക്കിങ്ങോട്ട് വെള്ളമൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. അതായത് മിനറൽ വാട്ടർ ഒന്നും വാങ്ങിച്ചത് കൊണ്ടുവരാൻ പറ്റത്തില്ല. അല്ലാത്തതൊക്കെ കൊണ്ടുവരാം. അതായത് വീട്ടിൽ നിന്ന് ഫ്ലാസ്കോ അതുപോലത്തിലൊക്കെ ഉള്ളതൊക്കെ കൊണ്ടുവരാനും പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ കൊടൈക്കനാൽ ലേക്കിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ലേക്ക്. പക്ഷേ മഞ്ഞൊന്നുമില്ല, മഴയൊന്നുമില്ല, ഒരു സെറ്റപ്പ് തോന്നുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഈ ഒരു സമയത്ത് വന്നുകൊണ്ടാണോ എന്ന് അറിയത്തുമില്ല, രസമൊന്നും തോന്നുന്നില്ല. ഇവിടെ ബോട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്, കുറേ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ അവിടെ നിന്നല്ല ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ ചെറിയൊരു വ്യൂ പോയിന്റ് പോലെ ഉണ്ട്. ശരിക്കും ഇതല്ല വ്യൂ പോയിന്റ് അങ്ങ് പോകണം. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, കുറേ നടക്കാറുണ്ട്. ഇവിടെ ഫുള്ള് ബ്ലോക്കാണ് ഗീസ്. നമ്മൾ അവിടെ നിന്ന് നൈസായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി. മഞ്ഞൊക്കെ കയറി തുടങ്ങുന്നുണ്ട്. പോയി നമ്മളിതേ അവിടുന്ന് ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോവാണ്. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അതെങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. കുറേ നടക്കാനുണ്ട്, ഒരു 1 കിലോമീറ്റർ അടുത്ത് നടക്കാനുണ്ട്. വണ്ടി അങ്ങ് ഇട്ടേക്കുന്നത്. അയ്യോ,
ഇവിടെ ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് തണുപ്പുണ്ട്. ഇത് കോൺക്രീറ്റ് ഒക്കെ കുറച്ച് നാളായതേ ഉള്ളൂ ഒന്ന് ചെയ്തിട്ട്. ഇത് നോക്കിയേ, കുറെ വണ്ടിയൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ ഇതൊക്കെ എതിരെ വന്നെന്നറിയാൻ പാടില്ല. ഈ ഒരു മരം ഒക്കെ നോക്കിയേ. പോയി കുറെ നടക്കാനുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. പക്ഷെ വെയിലിന് ചൂടുമുണ്ട്. എനിക്ക് ഫുള്ളൊരു കാട് വൈബ്. അതെ, ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ അത്യാവശ്യം മഞ്ഞും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. പോയി നോക്കി ഫുള്ള് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പൊക്കെ ഉണ്ട്. സെറ്റ് വൈബ്. അപ്പോൾ നമ്മളിത് അവിടുന്ന് കുറേ ഇറങ്ങി വരുന്ന വഴിക്ക് ഫുള്ള് സീനായിരുന്നു വഴിയൊക്കെ. അതിൻ്റെ പുറത്ത് കുരങ്ങൻ നമ്മുടെ ലേസൊക്കെ അടിച്ചുകൊണ്ട് പോയി ഗൈസ്. കുരങ്ങൻ എന്നെ കൊണ്ടുപോയെന്നാണ് ഞാൻ ഓർത്തത്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് കൊണ്ടുപോയില്ല കേട്ടോ. ഇത് നോക്കിയേ, ഇതാണ് ഇവിടുത്തെ ചെറിയൊരു വ്യൂ ആണിത്. ഫുള്ള് മഞ്ഞ കേട്ടോ. ഇനി ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്ററും കൂടെ താഴേക്ക് നടക്കാറുണ്ട്. എന്തായാലും പതുക്കെ താഴേക്ക് പോട്ടെ. അതാണ് വീണ്ടും അവിടുന്ന് കുറേ ഇറങ്ങി വന്നു. ഇത് നോക്കിയേ, ഫുള്ള് മഞ്ഞാണ്. മഞ്ഞതേ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടെ ഉള്ളൂ. ഇതേ ആ ഒരു ഭാഗത്താട്ടോ നമ്മുടെ ആ ഒരു പാറ എന്ന് പറയുന്നേ. കുറേ മഴയൊന്ന് പാറന്നൊക്കെ ഉണ്ട്. മാർക്കൊക്കെ പ്രാന്താന്ന് പോകുന്നു ഗൈസ്. അപ്പം നിങ്ങളിത് ഈ കാണുന്നതാണ് നമ്മുടെ ഡോൾഫിൻ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ആ ഒരു പാറ. പക്ഷെ എനിക്കത് കണ്ടിട്ട് ഡോൾഫിനായിട്ടൊന്നും തോന്നുന്നില്ല. നിങ്ങൾക്ക് വല്ലതും തോന്നുന്നുണ്ടോ? എനിക്ക് ഫുള്ള് മഞ്ഞൊക്കെ കയറി കിടപ്പുണ്ട്. പിന്നെ അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് പോകാൻ തോന്നുന്നു. ആ ഒരു മരം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. മരം നല്ല അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഇത് ന്യൂസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നൊന്നുമില്ല. ഡോൾഫിനായിട്ടും തോന്നുന്നില്ല. നീ ഇവിടെ ഉള്ളവരൊന്നും ഡോൾഫിനെ കണ്ടിട്ടും ഇല്ലെന്ന് തോന്നുന്നു. ചിലപ്പോൾ അതായിരിക്കും സംഭവം. മഞ്ഞ് വീണ്ടും കയറിയിട്ടുണ്ട്. ഞാൻ കറക്റ്റ് സമയത്താട്ടോ വീഡിയോ എടുത്തത്. നമുക്കിനി പതുക്കെ അങ്ങോട്ട് പോകാം. ആ ഒരു വഴി നോക്കി ഈ സീനൊക്കെയാണ്. അതിലും പതുക്കെ പോവാം. ഇപ്പോൾ എനിക്ക് ഒരു JCB ഒക്കെ ഇവിടെ വന്നേക്കുന്നത്. എന്താ ഇവിടെ ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങുന്നുണ്ട്. അവനും വരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് നമ്മളവിടെ പോയിട്ട് ഇത്തിരി കാണാനൊന്നും പറ്റിയില്ല. മഞ്ഞ് തന്നെയായിരുന്നു. അതിനെ പതുക്കെ പോവാം. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം മഴ നല്ലപോലെ ചാറുന്നുമുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു കാലാവസ്ഥ മാറിയത് നോക്കി. എൻ്റെ പൊന്നു ഫുള്ള് സീൻ. നിങ്ങൾക്ക് ഈ ഒരു മഞ്ഞിൻ്റെ എഫക്റ്റ് മനസ്സിലാവണമെങ്കിൽ ഇങ്ങോട്ടൊന്ന് നോക്കി. ഇതുണ്ടോ? എനിക്ക് ഈ ക്യാമറ കാണുന്ന പോലൊന്നുമല്ല, നല്ല പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതേ അവിടെ നിന്നെല്ലാം കയറി ഇങ്ങ് വന്നു. എൻ്റെ മോനെ ഇത് നോക്കി. ഇത് നമ്മുടെ കൊടൈക്കനാലിലെ ആ ലേക്കാണ് കേട്ടോ ആ കാണുന്നത്. എൻ്റെ പൊന്നോ നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മൾ അവിടുന്ന് ഏതാണ്ട് 2 കിലോമീറ്ററിന് മേളിൽ നടക്കാനുണ്ടായിരുന്നു. നടന്ന ഒരു പരിവായി മണ്ടേ വന്നപ്പോൾ. അത് പിന്നെ വീഡിയോ ഒന്നും എടുക്കാഞ്ഞ്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഈ ഒരു ഭാഗം കണ്ടപ്പം ജസ്റ്റ് ഒന്ന് നിർത്തി. അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ നിർത്തണമെന്ന് ഓർത്താണ്, പക്ഷെ നിർത്തിയില്ല. ഈ ഒരു സ്ഥലം നോക്കി വിഷയമല്ലേ. അപ്പോൾ നമ്മൾ കൊടൈക്കനാലെല്ലാം വിട്ട് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന വഴിക്ക് മഴയാണ്. അപ്പം ചെറുതായിട്ട് കുറഞ്ഞു. ഇത്ര നേരം അത്യാവശ്യം നല്ല രീതിക്ക് മഴയുണ്ടായിരുന്നു. അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. പോയി അങ്ങനെ നമ്മളിതേ അവിടെ നിന്ന് എല്ലാം ഇറങ്ങി തിരിച്ചു വന്നു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന ആ ഒരു സമയത്ത് അവിടെ എന്ന് പറയുന്നത് 21 ഡിഗ്രി ആയിരുന്നു. ഇവിടോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ 37 ഡിഗ്രി ആയി കേട്ടോ. എൻ്റെ പൊന്നെ ഒറ്റയടിക്ക് 16 ഡിഗ്രിയാണ് കൂടിയത്. ഇത് നോക്കിയേ. അപ്പം നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഗാ ഡാം എന്ന് പറയുന്നൊരു ഡാമിൻ്റെ അടുത്താണ്. അത് തമിഴ്നാട്ടിലുള്ള ഒരു ഡാമാണ്. ഇതേണ്ട. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് അതിൻ്റെ ടോപ്പിൽ കയറണം. അപ്പോൾ അതിനായിട്ടുള്ള പരിപാടിയാണ്. ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ ഇവിടുന്ന് അങ്ങോട്ട് പതുക്കെ കയറി തുടങ്ങാം. നല്ല ചൂടാണ് കേട്ടോ. 37 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഒരു വലിയ സീനില്ല. അപ്പോൾ സമയം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് പതുക്കെ ഇങ്ങോട്ട് കയറാട്ടോ. അങ്ങനെ നമ്മളത് അതിൻ്റെ ടോപ്പിൽ കയറി വന്നിട്ടുണ്ട്. ഈ ഒരു ഡാം വഴി എൻ്റെ വന്യത ആ ഒരു അറ്റം തൊട്ട് അങ്ങ് കാണാതെ അങ്ങ് വരെ കിടക്കണ്ട കറക്റ്റ് കടൽ. എൻ്റെ മോന് സീൻ. ഇതൊക്കെ ആ ഒരു മല ഫുള്ള് ഇതായിട്ട് കിടക്കുവാണ്, മാഞ്ഞ് കിടക്കുവാണ്. ഇത് അങ്ങോട്ടെല്ലാം കുറേ മീൻപിടുത്തക്കാരൊക്കെ ഉണ്ട്. എന്തായാലും കൊള്ളാം. കേട്ടോ, നമ്മളിത് ഇപ്പോൾ ആ ഒരു താഴെ നിന്നാണ് കയറി വന്നത്. ആ ഭാഗത്തു നിന്ന് ഇവിടുന്നോ. ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട്. വിഷയം നല്ല രസമില്ലേ, നല്ല കാറ്റുണ്ട് കേട്ടോ. അതുകൊണ്ട് കേൾക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്നാലും ഈ ഒരു വ്യൂ കൊള്ളാം. മറ്റ് കടലിൻ്റെ ആ ഒരു തെറ്റും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് പതുക്കെ താഴേക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മളിത് കമ്പം എത്തിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, കമ്പം എത്തിയിട്ട് കുറേ നേരമായി. പിന്നെ കഴിക്കാനും അതിനും ഇതിനും ആയിട്ട് പോയതാണ്. അപ്പോൾ അങ്ങനെ കുറേ താമസിച്ചു. ഇപ്പോൾ സമയം ഏതാണ്ട്, അപ്പോൾ സമയം എന്ന് പറയുന്നത് 7 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാം. ഈ ഒരു വഴിയാണ് പോകേണ്ടത്. പറയുന്ന കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇവിടെ നല്ല സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ ചെറുക്കൻ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ.